തൃശൂർ കയ്പമംഗലത്ത് കോയമ്പത്തൂർ സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് അതിക്രൂരമായി. അരുണിനെ പ്രതികൾ ക്രൂരമായി തല്ലിച്ചതച്ചുവെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ വ്യക്തമായി. ശരീരത്തിൽ 50-ലേറെ മുറിവുകളുണ്ട്. തലക്കേറ്റ അടിയാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ 4 പേർ കൂടി അറസ്റ്റിലായി. സാദിഖ്, ഫായിസ്, മുജീബ്, സലീം എന്നിവരാണ് പിടിയിലായത്. അഖിൽ വിവരങ്ങളുമായി. അഖിൽ, എന്താണ് വിശദാംശം? നിഷാദ, ഈ കൊലപാതകത്തിലെ മുഖ്യപ്രതിയായ സാദിഖ് കണ്ണൂർ സ്വദേശിയാണ്. ഐസ് ഫാക്ടറി ഉടമയാണ്. ഈ സാദിഖിൽ നിന്നും 10 ലക്ഷം രൂപ അരുൺ തട്ടിയെടുത്തിരുന്നു. അത് ഇറിഡിയം നൽകാമെന്ന് പറഞ്ഞായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയത്. ആ തുക തിരികെ പിടിക്കാനായാണ് കണ്ണൂരിൽ നിന്നുള്ള സംഘം തൃശ്ശൂരിലെത്തുന്നത്. കയ്പമംഗലം സ്വദേശിയായ ഗുണ്ടാ നേതാവിന് ഇതിന്റെ കൊട്ടേഷൻ നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അരുണിനെ തൃശ്ശൂരിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ഈ കൊട്ടേഷൻ സംഘവും അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നെത്തിയ സാദിഖിന്റെ സംഘവും ചേർന്നുകൊണ്ട് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഒപ്പം അരുണിന്റെ സുഹൃത്തായ ശശാങ്കനും ഉണ്ടായിരുന്നു. ഇരുവരെയും തട്ടിക്കൊണ്ടുപോയ ശേഷം ഈ കല്ലൂര് വട്ടനാത്ര പ്രദേശത്തുള്ള ഒരു എസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി. ഈ എസ്റ്റേറ്റിൽ എത്തിച്ച ശേഷം അവിടെ ക്രൂരമായ മർദ്ദനത്തിന് അരുൺ ഇരയായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് 50-ലധികം ചതവിന്റെ ഒക്കെ പാടുകൾ ശരീരത്തിലുണ്ടായിരുന്നു. ക്രൂരമർദ്ദനമാണ് ഇരയായിരിക്കുന്നത്. ഒപ്പം തന്നെ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം എന്ന് പറയുന്നു. ഈ മർദ്ദനത്തിനിടയിൽ അരുണിന്റെ മരണം സംഭവിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഈ പ്രതികൾ അരുണിനെ കയ്പമംഗല ഭാഗത്തേക്ക് കൊണ്ടുപോയി. അതിനിടയിൽ ശശാങ്കൻ രക്ഷപ്പെടുകയും ചെയ്തു. ഉടൻ തന്നെ പ്രതികൾ ഒരു ആംബുലൻസ് വിളിച്ചു വരുത്തി അപകടം സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ് ഈ ആംബുലൻസ് അധികൃതർ വിശ്വസിപ്പിച്ച് ആംബുലൻസിൽ കയറ്റിവിടുകയായിരുന്നു. പിന്നാലെ ആശുപത്രിയിലേക്ക് എത്താമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇവർ ആശുപത്രിയിൽ എത്തിയില്ല. ഇതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും ഈ ശശാങ്കൻ നാട്ടുകാർ ഈ ഒരു ഭാഗത്തുള്ള പരിസരത്തുള്ള കടയിൽ പോയി തനിക്ക് മർദ്ദനമേറ്റ കാര്യം പറഞ്ഞു. ഇവരും പോലീസിൽ വരെ മറിച്ചിരുന്നു. ഈ ശശാങ്കനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഈ 10 ലക്ഷം രൂപയുടെ തട്ടിപ്പും അതിന് പിന്നാലെയുള്ള ഈ തട്ടിക്കൊണ്ടുപോകലും മർദ്ദനവും കൊലപാതകവും ഒക്കെ തന്നെ തെളിയുന്നത്. അതിന് പിന്നാലെ തന്നെ ഈ കണ്ണൂരിലൊക്കെ തന്നെ ആ ദിവസങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. തിങ്കളാഴ്ച രാത്രി 10:30-ക്കാണ് ഈ സംഭവം ഒക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വിശദമായ അന്വേഷണം നടന്നു. ഇന്നലെ 5 പേരെയാണ് പോലീസ് കസ്റ്റഡിയെടുത്തത്. അതിൽ 4 പേരും കയ്പമംഗലം സ്വദേശികളായിരുന്നു. ഒരു കണ്ണൂർ സ്വദേശിയുമായിരുന്നു. ഇന്ന് ഇപ്പോൾ ഈ കസ്റ്റഡിയെടുത്ത 4 പേരും 3 പേർ കണ്ണൂർ സ്വദേശി, മുഖ്യപ്രതി സാദിഖ് അടക്കം 3 പേർ കണ്ണൂർ സ്വദേശിയും ഒരു എറണാകുളം സ്വദേശിയുമാണ് പിടിയിലായിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇന്ന് വൈകുന്നേരം റൂറൽ SP ഒരു വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു വലിയ രീതിയിലുള്ള ഒരു 10 ലക്ഷം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ്, ആ തട്ടിപ്പ് പണം തിരികെ പിടിക്കാൻ നടത്തിയ ശ്രമം ഒരു കൊലപാതകത്തിൽ കലാശിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വിവരം. നിഷാദ. ശരി.